Good morning, students. Today we can discuss about the compound interest and effective yield. Compound interest, for example, normally we take P in the principal amount, that is the amount that we are invested. And we invest in the rate in the R. R is rate of interest, compounded per annum. And N means the number of years. How years we invest in. Okay, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു 1000 rupees 5 yearsന് ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ കമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തത്. വി ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദി എമൗണ്ട് ദാറ്റ് ഇസ് ഇൻവെസ്റ്റഡ് ആഫ്റ്റർ ദ 5th year. That means we had to find out the amount. Amount means A. For that we have a formula here, that is A is equal to P into 1 plus R raised to N. R interest ആണ്, അതുകൊണ്ടാണ് R by 100 എന്ന് കാണിക്കുന്നത്. അപ്പോൾ A is equal to P into 1 plus R by 100 whole raised to N. And if we want to find out the compound interest or the total interest is the difference between the amount invested and the amount that we received at the end of the 5th year. That is A minus P. Nth year. Nth year ഇപ്പോൾ 5 yearsനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 5 year ഇപ്പോൾ 1000 rupees ഞാൻ 5 yearsൽ ഇൻവെസ്റ്റ് ചെയ്തു. ആൻഡ് 5 years കഴിഞ്ഞപ്പോൾ എനിക്ക് 1250 rupees കിട്ടി. അപ്പോൾ ഇൻട്രസ്റ്റ് എന്തായിരിക്കും? ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് 1000 ആണ്, 5 years കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ എമൗണ്ട് 1250 ആണ്. സോ ദാറ്റ് ഡിഫറൻസ് വിൽ ബി ദ ഇൻട്രസ്റ്റ്. ദാറ്റ് ഇസ് 1250 മൈനസ് 1250 ആയിരിക്കും നമ്മളെ ഇൻട്രസ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിൽ നമ്മളെ ഫോർമുല ഇസ് ദാറ്റ് A is equal to P into 1 plus R by 100 whole raised to N, where total interest is equal to A minus P. We can do a problem. Find the sum at the end of 4th year for rupees 10,000 at 10% per annum compound interest. അപ്പോൾ ഇവിടെ 4 yearsനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് N is equal to 4. ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 10,000. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് P is equal to 10,000 at the rate of 10% per annum compound interest. Compound interest എന്ന് പറയുന്നുണ്ട്, റേറ്റ് പറയുന്നത് 10%. അപ്പോൾ R is equal to 10. സോ നമ്മുടെ ഫോർമുല എന്താണ്? A is equal to P into 1 plus R by 100 whole raised to N. എപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദി സം അറ്റ് ദി എൻഡ് ഓഫ് ദി 4 years ആണ്. അപ്പോൾ അതായത് A ആണ് കണ്ടുപിടിക്കേണ്ടത് 4 yearsന് ശേഷമുള്ള എമൗണ്ട്. അതുകൊണ്ടാണ് ഈ ഫോർമുല യൂസ് ചെയ്തത്. സോ ഹിയർ A is equal to P പറഞ്ഞാൽ 10,000 into 1 plus R10 divided by 100 whole raised to 4. That is equal to 10,000 into 1 plus 10 by 100. ഇത് ഡിനോമിനേറ്റർ നമുക്ക് കോമൺ ആക്കാം. കോമൺ ആക്കുമ്പോൾ ഇതിന് അല്ലെങ്കിൽ ഡിനോമിനേറ്റർ കോമൺ ആക്കേണ്ടത് നേരെ 10 divided by 100. 10 divided by 100 എന്ന് പറയുമ്പോൾ 0.1 ആയി. അപ്പോൾ 1 plus 0.1 എന്ന് പറഞ്ഞാൽ 1.1. 1.1 whole raised to 4. അപ്പോൾ സം ഓഫ് A എന്ന് പറഞ്ഞാൽ സം at the end of the 5th year ആണ്. That is equal to 10,000 into 1.4 raised to 4. 1.1 raised to 4. 1.1 raised to 4 എന്ന് പറഞ്ഞാൽ 1.1 into 1.1 into 1.1 into 1.1. That is equal to 1.4641. So here 10,000 into 1.4641, that is equal to 14,641. The next problem is that find the compound interest for rupees 7,000 for 4 years if the interest is payable half yearly at 6% per annum. അപ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്? 7,000. ദാറ്റ് മീൻസ് P is equal to 7,000 and N is equal to 4 years and rate of interest is equal to 6%. പക്ഷേ ഇവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് ഇയർലി അല്ല. ഇൻട്രസ്റ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ എത്ര ടൈംസ് കൊടുക്കുന്നുണ്ട് നോക്കും. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ ഒരു വർഷം 2 തവണ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ N is equal to 4 yearsന് എത്ര തവണ കൊടുക്കുന്നുണ്ടാവും? 4 into 8, that is 8 half yearly periods വരും. അപ്പോൾ 8 half yearly periods ആണ് N ആയിട്ട് എടുക്കുക. ബിക്കോസ് ഇവിടെ ആനുവലി അല്ല പേയ്മെന്റ് ഉള്ളത്. അപ്പോൾ എത്ര തവണ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നുള്ളത് നമ്പർ ഓഫ് പീരിയഡ്സ് ആക്കി മാറ്റിയത്. അപ്പോൾ 4 yearsൽ 8 times ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ,
ആൻഡ് ഇവിടെ R 6% പറയുന്നുണ്ട്. ഈ 6% പെർ ആനം ആണ്. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 6%. അപ്പോൾ ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 6 into 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3% ഇൻട്രസ്റ്റ് ആയിരിക്കും ഹാഫ് ഇയർലി കിട്ടുക. അപ്പോൾ ആറിനെ നമ്മൾ അതിൻ്റെ പകുതി കണ്ടുപിടിക്കണം. ഓക്കെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിന് മാറ്റമില്ല, ദാറ്റ് ഇസ് 7,000 ഇറ്റ്സെൽഫ്. ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ് കാണാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് നമുക്ക് അറിയാം. 4 years കഴിയുമ്പോഴുള്ള എമൗണ്ട് എത്രയാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് എ കണ്ടുപിടിക്കാം. എ ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഹോൾ റേസ് ടു n. അപ്പോൾ പി 7,000 ഇൻറ്റു 1 + r 3% ആണ് ഹാഫ് ഇയർലി വരുമ്പോൾ 3 / 100 ഹോൾ റേസ് ടു n 8 ടൈംസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഹോൾ റേസ് ടു n. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7,000 ഇൻറ്റു 1 + 3/100 എന്ന് പറയുമ്പോൾ 0.03 എന്ന് എഴുതാം. അപ്പോൾ 1 + 0.03 1.03 ഹോൾ റേസ് ടു 8. 1.03 എന്ന് പറയുമ്പോൾ 1.03 ഇൻറ്റു 1.03 ഇൻറ്റു 1.03 ഇൻറ്റു അങ്ങനെ 8 തവണ 1.03നെ മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 1.2668. ദാറ്റ് ഈസ് 1.03 ഹോൾ റേസ് ടു 8. ഓക്കെ, സോ ഹിയർ 7,000 into 1.2668 is equal to 8,867. അപ്പോൾ അതായത് 4 years കഴിയുമ്പോൾ 7,000 rupees ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് ഇസ് 8,867. We are asked to find out the compound interest. Compound interest എന്ന് പറയുമ്പോൾ നമുക്ക് 4 years കഴിഞ്ഞ് കിട്ടുന്ന എമൗണ്ട്, that is A, മൈനസ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട്, that is P. അപ്പോൾ 8,867 മൈനസ് 7,000, that is 1,867 ആണ് നമ്മളുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. The population of a country increases every year by 2.4% of the population at the beginning of that year. അപ്പോൾ ഇൻക്രീസ് ആണ് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് പോപ്പുലേഷൻ 2.4% ആണ്. മീൻസ് R is given as 2.4%. In what time will the population double itself? ആൻസർ ടു ദ നിയറസ്റ്റ് ഇയർ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര വർഷം എടുക്കുമ്പോഴാണ് പോപ്പുലേഷൻ ഡബിൾ ആവുന്നതെന്നാണ്. നമ്മൾ ഇത്രയും നേരം ചെയ്ത പ്രോബ്ലത്തിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇത്ര ഇയർ കഴിയുമ്പോൾ ആ എമൗണ്ട് എത്ര വരും, അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ പ്രിൻസിപ്പൽ P ആയിട്ട് എടുക്കുന്നു, ആൻഡ് ഇത്ര വർഷം കഴിയുമ്പോൾ ആകുന്ന ആ വാല്യൂനെ നമ്മൾ A ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പോപ്പുലേഷനാണ്. അപ്പോൾ പ്രസൻറ്റ് പോപ്പുലേഷനെയാണ് നമ്മൾ പ്രിൻസിപ്പലായിട്ട് ട്രീറ്റ് ചെയ്യുക. അത് നമുക്ക് P ആയിട്ട് തന്നെ എടുക്കാം. ഇനി എന്താ പറയുന്നത്, ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ ഡബിൾ ആകുന്ന ഇയർ. അപ്പോൾ എൻഡ് ഓഫ് ദ ഇയറിൽ ഈ പോപ്പുലേഷൻ ഡബിൾ ആവണം. അപ്പോൾ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2P ആണ്. ഇപ്പോഴത്തെ പോപ്പുലേഷൻ P ആണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് nth ഇയർ ഇറ്റ് ഇസ് 2P. സോ A is equal to 2P. R is given as 2.4%. N ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ കേസിൽ A is equal to P into 1 + r/100 ഹോൾ റേസ് ടു n ആണ് ഫോർമുല. ഇതിൽ നേരെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. A is equal to 2P, 2P is equal to P into 1 + 2.4/100 is equal to 0.24 whole raised to n. 1 plus 0.024 is equal to 1.024. അപ്പോൾ ഈ ഒരു ഇക്വേഷന് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ P ഇല്ലേ, ഈ Pനെ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതെന്താവും, 2P ഡിവൈഡഡ് ബൈ P ആയി. അപ്പോൾ Pയും Pയും ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഫൈനലി 2 is equal to 1.024 ഹോൾ റേസ് ടു n. ഇങ്ങനെയാണ് വരാം. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് n ആണ് കാണേണ്ടത്, പവർ ആണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ സൊല്യൂഷന് വേണ്ടി നമ്മൾ എപ്പോഴും ചെയ്യാം, നമ്മൾ ലോഗരിതം കാണും. രണ്ട് സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യും. ലോഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താവും, log 2 is equal to log 1.024 ഹോൾ റേസ് ടു n. അപ്പോൾ log 1.024 ഹോൾ റേസ് ടു n can be written as n log 1.024. ഇനി ലോഗരിതം കാണാം. ലോഗരിതം കാണുമ്പോൾ ഇപ്പോൾ സിംഗിൾ ഡിജിറ്റ് നമ്പറാണ്, അതായത് സിംഗിൾ ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ ഇവിടെ നമ്മൾ 0 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യും. 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 1 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യും. 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ 2 പോയിന്റിലായിരിക്കും ലോഗരിതം വാല്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ log 2 ഒറ്റൊരു ഡിജിറ്റേ ഉള്ളൂ, അപ്പോൾ 0 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഇനി 2 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലോഗരിതം ടേബിളിൽ വാല്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10ലാണ്. അപ്പോൾ നമ്മൾ നോക്കുക 20ൽ 0ൻ്റെ വാല്യൂ ഏതാണെന്നാണ് നോക്കാം. ലോഗരിതം ടേബിൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ലോഗരിതം ടേബിളിൽ എങ്ങനെയാണ് വാല്യൂസ് കണ്ടുപിടിക്കണേന്ന് നോക്കാം. അപ്പോൾ
log 2 ആണ് 20യിൽ 0. 20യിൽ 0 എന്ന് പറയുമ്പോൾ 3010. അപ്പോൾ ലോഗരിതം വാല്യൂ log 2 is equal to ഒറ്റ ഡിജിറ്റ് ആയതുകൊണ്ട് 0.3010 ആണ് log 2ൻ്റെ വാല്യൂ ഈക്വൽസ് n log n into log 1.024. അപ്പോൾ ഇത് 4 ഡിജിറ്റ് ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും നോക്കുക പോയിന്റിന് മുന്നേ എത്ര ഡിജിറ്റ്, പോയിന്റിന് മുമ്പ് ഒരു ഡിജിറ്റ് അല്ലേ ഉള്ളൂ. പോയിന്റിന് മുമ്പ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക 0 പോയിന്റ് ആണ്. ഇവിടെ നേരെ മറിച്ച് 21 പോയിന്റ് ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, 1 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യും. 100 പോയിന്റിലായിരുന്നെങ്കിൽ നമ്മളിവിടെ 2 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ 1 പോയിന്റ് ആയതുകൊണ്ട് പോയിന്റിന് മുമ്പ് ഒരു ഡിജിറ്റ് ഉള്ളൂ, അപ്പോൾ 0 പോയിന്റ്. ഇനി ലോഗ് കാണുന്നത് എങ്ങനെയാണ്? ലോഗ് കാണുമ്പോൾ ഫുൾ ഡിജിറ്റ് എടുക്കും, പോയിന്റിന് മുമ്പും പോയിന്റ് നോക്കില്ല, അല്ലാതെ തന്നെ എടുക്കും. അതായത് 10ൽ 2ഉം 4ഉം. ലോഗരിതം ടേബിൾ എടുക്കുക. ലോഗരിതം ടേബിളിൽ 10ൽ 2ൻ്റെ വാല്യൂ 0.0086. അപ്പോൾ ലോഗ് 1.024 ലോഗരിതം ടേബിളിൽ 10ൽ 2ഉം 4ഉം. അപ്പോൾ 10ൽ 2ൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു 0086 എന്ന് കണ്ടുപിടിച്ചു. ഇനി 10ൽ 20086 4 അടുത്ത ഡിജിറ്റ് നോക്കുക. ഈ മീൻ ഡിഫറൻസിലാണ്. മീൻ ഡിഫറൻസിൽ 4ൽ 10 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 17 ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 0.0086 പ്ലസ് 17 ഇത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0.0103 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ ലോഗ് വാല്യൂ ആയിട്ട് വരിക 0.0103. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്നിനെ മാത്രം അവിടെ നിർത്തിയിട്ട് ഈ വാല്യൂവിനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കാം. സോ അതെന്താവും, n is equal to 0.3010 divided by 0.0103, that is equal to 29.22. റൗണ്ട് ഓഫ് ടു ദ നിയറസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് 29 ആയിട്ടോ 30 ആയിട്ടോ എടുക്കാം. 29.22 ആണ്. അപ്പോൾ 29 ഇയേഴ്സിൽ അതെന്തായാലും ഡബിൾ ആവില്ല. 30 ഇയേഴ്സ് ആകുമ്പോഴത്തേക്കുമാണ് എന്തായാലും അത് ഡബിൾ ആവുക. അതുകൊണ്ട് നമുക്ക് n is equal to 30 years ആണ് നമ്മളുടെ ആൻസർ വരാം. Next question, in what time will a sum of rupees 1234 amount to rupees 5678 at 8% per annum compound interest payable quarterly? അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, 1234. അപ്പോൾ P is equal to 1234 ആണ്. ആൻഡ് എത്രയോ ഇയേഴ്സ് കഴിയുമ്പോൾ ആ എമൗണ്ട് 5678 ആവുന്നു. അപ്പോൾ A is equal to 5678. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ റേറ്റ് 8% പെർ ആനം എന്ന് പറയുന്നുണ്ട്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത് ക്വാർട്ടർലി ആണ്. അപ്പോൾ ഈ 8% എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ്. ക്വാർട്ടർലി പേ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു വർഷം 4 തവണ പേ ചെയ്യും. അപ്പോൾ ക്വാർട്ടർലി ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ 8 × 1/4 2% ആണ്. 8% ഒരു വർഷത്തേക്കാണ്. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ by 4 ചെയ്യും. ഹാഫ് ഇയർലി ആണെങ്കിൽ നമ്മളത് by 2 ചെയ്യും. അപ്പോൾ ഇവിടെ ക്വാർട്ടർലി ആണ്. അപ്പോൾ റേറ്റ് 8% 1 ഇയറിലേക്കാണ്. സോ 8/4 2% ആണ് ഒരു ക്വാർട്ടറിലേക്ക് വരുന്നത്. n എത്രയാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇവിടെ n നമ്പർ ഓഫ് ഇയേഴ്സ് നമുക്കറിയില്ല, പക്ഷെ ഒരു വർഷം 4 ക്വാർട്ടർലി പീരീഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ n is equal to 4n ആയിട്ട് എടുക്കും, കാരണം ഒരു വർഷം 4 പീരീഡ് ഉണ്ടല്ലോ. സോ ലെറ്റ്സ് അസ്യൂം ദാറ്റ് n is equal to 4n. അപ്പോൾ നമുക്ക് n ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് അറിയാവുന്ന ഫോർമുലയിൽ നേരെ അപ്ലൈ ചെയ്യാം. a is equal to p into 1 plus r by 100 all raised to n അല്ലേ. അപ്പോൾ a is equal to a എന്ന് പറഞ്ഞാൽ 5678 is equal to p 1234 into 1 plus r എത്രയാണ് 2% 2/100 whole raised to 4n. ഓക്കെ, അപ്പോൾ 5678 is equal to 1234 into 2/100 എന്ന് പറഞ്ഞാൽ 0.02. 1 plus 0.02 1.02 whole raised to 4n. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ 1234നെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോകാം. സോ ഇറ്റ് വിൽ ബിക്കം 5678 divided by 1234 is equal to 1.02 whole raised to 4n. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ this will become 4.6013 equal 1.02 whole raised to 4n. ഇങ്ങനെ വരുന്ന കേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ലോഗ് കാണണം. രണ്ട് സൈഡിലും ലോഗ് എടുക്കുക. സോ ദിസ് വിൽ ബി റിട്ടൺ ആസ് log 4.6013 equal 4n log 1.02. ഇതിൻ്റെ ലോഗ് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞു പോയിന്റിന് മുമ്പ് ഒരു ഡിജിറ്റ് ആണെങ്കിൽ 0 പോയിന്റിലാണ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ പോയിന്റിന് മുമ്പ് സിംഗിൾ ഡിജിറ്റ് ആണ്, അപ്പോൾ 0 പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്യാം. ലോഗരിതം ടേബിളിൽ നോക്കുമ്പോൾ 46ൽ 0യും 1ഉം 3 നോക്കാൻ നമുക്ക് അവിടെ ഇനി വേറെ വാല്യൂ ഇല്ല.
അപ്പോൾ 46-ൽ 0-യും 1-ഉം ആണ് നമ്മൾ ലോഗരിതം ടേബിളിൽ നോക്കുക. 4.6013 ആകുമ്പോൾ ലോഗരിതം ടേബിളിൽ 46-ൽ 0-യും 1-ഉം. ലോഗരിതം ടേബിൾ എടുക്കാം. അതിൽ 46-ൽ 0-ൽ വരുന്ന വാല്യൂ 6628 ആണ് വരുന്നത്. അപ്പോൾ അത് എഴുതാം 6628. അടുത്തത് വരുന്ന 1 ആണ്. 1 നോക്കേണ്ടത് എവിടെയാണ്? മീൻ ഡിഫറൻസിലാണ് നോക്കേണ്ടത്. 46-ൽ മീൻ ഡിഫറൻസിൽ 1-ൽ വരുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ +1 is equal to 6629. അപ്പോൾ log 4.6013 is equal to 0.6629 equals 4n into ഇനി log 1.02 കാണാം. ഇവിടെ പോയിന്റിന് മുമ്പ് സിംഗിൾ ഡിജിറ്റ് ആണ്. അപ്പോൾ 0. ഇനി നോക്കേണ്ടത് 10-ൽ 2. ലോഗരിതം ടേബിളിൽ 10-ൽ 2 0086. അടുത്ത നമ്പർ ഇല്ലാത്തതുകൊണ്ട് മീൻ ഡിഫറൻസിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ 10-ൽ 2 വരുന്ന വാല്യൂ 0.0086 ആണ്. അപ്പോൾ അതാണ് നമ്മുടെ വാല്യൂ. ഇനി നമുക്ക് 4n നിർത്തിയിട്ട് ഇതിന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. സോ എന്താവും? 4n is equal to 0.6629 divided by 0.0086. പിന്നെ n is equal to 0.6629 divided by 0.0086 into 4. That is equal to 19.27 years. അപ്പോൾ 1234 റുപ്പീസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 5678 ആവാൻ വേണ്ടിയിട്ട് 19.27 ഇയേഴ്സ് എടുക്കും. അതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. Then next problem, find the compounded interest on rupees 8,000 for 4 years. If the interest is payable half yearly for the first 3 years at the effective rate of 8% per annum, and for the 4th year the interest is payable quarterly at the rate of 6% per annum. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റിലാണ് 8,000 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 4 ഇയേഴ്സിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 4 ഇയേഴ്സിലേക്കാണെങ്കിലും ഇൻട്രസ്റ്റ് ഹാഫ് ഇയർലി പേയ്മെന്റ് വരുന്നത് ഫസ്റ്റ് 3 ഇയേഴ്സ്. ആദ്യത്തെ 3 വർഷം ഇൻട്രസ്റ്റ് പേയ്മെന്റ് ഹാഫ് ഇയർലി ആണ്. ലാസ്റ്റ് ഇയറിൽ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് പേയ്മെന്റ് വരുന്നത്? ആൻഡ് ആദ്യത്തെ 3 വർഷത്തെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് റേറ്റ് 8% ആണ്. ലാസ്റ്റ് 4th ഇയറിലെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് 6% ആണ്. അത് ക്വാർട്ടർലി ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണം. കാരണം എന്നും ആറും എടുക്കുമ്പോൾ നമുക്ക് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 2 ഒക്കെ ചെയ്യണ്ടേ, ഇയർലിയും ക്വാർട്ടർലി ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് 3 വർഷത്തത് ഒരുമിച്ചിട്ടും ലാസ്റ്റ് ഒരു വർഷത്തെ സെപ്പറേറ്റ് നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഒരുമിച്ചിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഇത് സ്പ്ലിറ്റ് ചെയ്യണം. n is equal to 3 + 1 ബിക്കോസ് 3 ഇയറിൽ റേറ്റും പേയ്മെന്റും ഒക്കെ വേറെ ടൈപ്പാണ്, ലാസ്റ്റ് ഇയറിൽ വേറെയാണ്. അപ്പോൾ 3 + 1 കൊടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് 3 ഇയേഴ്സിന്റെ കേസ് കാണാം. അപ്പോൾ ഫസ്റ്റ് 3 ഇയേഴ്സിന്റെ കേസിൽ ഹാഫ് ഇയർലി ആണ് പേയ്മെന്റ്. അപ്പോൾ n is equal to 3 ഇയേഴ്സ് ആണ്. ഹാഫ് ഇയർലി ആകുമ്പോൾ എത്ര പീരീഡ് വരും? 3 × 2. ഹാഫ് ഇയർലി എന്ന് പറയുമ്പോൾ 2 തവണ. അപ്പോൾ 3 × 2 that is equal to 6. ആൻഡ് റേറ്റ് എന്ന് പറയുമ്പോൾ 8% ആണ്. അപ്പോൾ 8 × 1/2 that is equal to 4. ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പി എത്രയാണ്? 8,000 ആണ്. നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A is equal to P × 1 + R/100 whole raised to n. അപ്പോൾ 8,000 ആണ് ഇൻറ്റു 1 + R is equal to 4 ആണ്. 4/100 whole raised to n. n നമുക്ക് ഇവിടെ 6 ആണ്. അപ്പോൾ whole raised to 6. അപ്പോൾ 8,000 ഇൻറ്റു 1 + 4/100 എന്ന് പറയുമ്പോൾ 4/100 നമുക്ക് 0.04. 1 + 0.04 1.04 raised to 6. So that is equal to 10,122. അതായത് തേർഡ് ഇയറിൽ എൻഡിൽ 8,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തത് ഇൻട്രസ്റ്റ് എല്ലാം കൂടിയും കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് 10,122 ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഇയറിലെ എമൗണ്ട് ആണ് കാണേണ്ടത്. ലാസ്റ്റ് ഇയറിൽ ഒറ്റൊരു വർഷമേലുള്ള അപ്പോൾ n is equal to 1 ആണ്. പക്ഷെ പേയ്മെന്റ് ക്വാർട്ടർലി ആണ്. ക്വാർട്ടർലി എന്ന് പറയുമ്പോൾ ഒരു തവണ 4 പേയ്മെന്റ് വരും. സോ ഇൻറ്റു 4 that is equal to 4. ആൻഡ് R is equal to എന്ന് പറയുമ്പോൾ 8 × 1/4 that is equal to 2. ആൻഡ് പി എന്ന് പറഞ്ഞാൽ ഇവിടെ 8,000 അല്ല, ബിക്കോസ് ഇത് കോമ്പൗണ്ടഡ് ആണല്ലോ. അപ്പോൾ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ഇയർ എൻഡിൽ കിട്ടിയ എമൗണ്ട് ആണ് ശരിക്കും പി. ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നതേ ഉള്ളൂ, കാരണം പേയ്മെന്റ് ഡിഫറെന്റ് ആയതുകൊണ്ട്. അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് വരിക ഇവിടെ തേർഡ് ഇയറിലെ എൻഡിൽ വന്ന 10,122 ആണ്. ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. That is P10122 into 1 + R is equal to 2/100 whole raised to 4. That can be written as 10,122
into 1.02 raised to 4. So we'll get 10,915. അപ്പോൾ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ഇയറിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 10,915. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണ് 8,000. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ദാറ്റ് ഈസ് 2950. ചിലർക്ക് അപ്പോൾ ഈ എമൗണ്ട് എന്താ മാം എടുക്കാത്തതെന്ന് ചോദിക്കും. ഈ എമൗണ്ട് തേർഡ് ഇയറിലെ എൻഡിലാണ്. അത് കോമ്പൗണ്ട് ചെയ്ത് ഫോർത്ത് ഇയർ കൂടി കിട്ടിയ എമൗണ്ട് ആണ് നമുക്ക് ദിസ് വൺ. സോ ആക്ച്വൽ ഇൻട്രസ്റ്റ് ഓഫ് ദി എൻറ്റയർ 4 year മീൻസ് 10,950 minus 8,000. ദാറ്റ് ഈസ് 2,950. ഇനി നമുക്ക് നോമിനൽ ഇൻട്രസ്റ്റ് എന്താണ്, റിയൽ ഇൻട്രസ്റ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നോമിനൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if the interest is fixed before considering the inflation rate consider ചെയ്യുന്നതിന് മുന്നേ ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ that interest rate is called as a nominal interest rate. And if you are taking into consideration inflation also, then that interest rate is called as a real interest rate. അപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പുള്ളത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷൻ റേറ്റ് ആഡ് ചെയ്തതിന് ശേഷമുള്ള ഇൻട്രസ്റ്റ് റേറ്റിന് റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ the rate of interest fixed bond loan etc before taking into inflation ആണ് nominal, and inflation adjust ചെയ്തിട്ടുള്ളതാണ് real. അപ്പോൾ റിയൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നോമിനൽ ഇൻട്രസ്റ്റ് മൈനസ് ഇൻഫ്ലേഷൻ ഇൻട്രസ്റ്റ് ആണ് റിയൽ ഇൻട്രസ്റ്റ്. ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് നോമിനൽ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് എ ബോണ്ട് 4% ആണ്, ഇൻഫ്ലേഷൻ റേറ്റ് 2% ആണെങ്കിൽ റിയൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്തായിരിക്കും? നോമിനൽ റേറ്റ് 4% മൈനസ് 2% that is equal to 2%. നമുക്ക് ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു പ്രോബ്ലം നോക്കാം. ഇഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. Effective interest rate എന്ന് പറയുമ്പോൾ the rate of interest which is compounded annually and would result on the same amount is called as an effective interest rate. നമ്മൾ എയും പിയും തമ്മിലുള്ള ടോട്ടൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണുന്നുണ്ടല്ലോ, അത് തന്നെയാണ് നമ്മൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പോൾ ഇവിടെ ഫൈൻഡ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഫ് ദി ഇൻട്രസ്റ്റ് ഇസ് കാൽക്കുലേറ്റഡ് അറ്റ് 8% quarterly. അപ്പോൾ ഇവിടെ പി എന്ന് പറയുമ്പോൾ എത്രയാണ് എമൗണ്ട് എന്ന് പറയുന്നില്ല, ജസ്റ്റ് വി ആർ അസ്യൂമിങ് ദാറ്റ് ഇറ്റ് ഇസ് 100, p is equal to 100. And n 1 year ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്വാർട്ടർലി എന്നാണ് പറയുന്നത് 1 into 4 that is equal to 4, and r 8% ആണെന്ന് പറയുന്നത് 8 into 1/4 that is equal to 2. So we can just calculate that is a is equal to p into 1 plus r by 100 whole raised to n. ഇവിടെ p 100 ആയിട്ടാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുള്ളത്. അപ്പോൾ 100 into 1 plus r 2 by 100 whole raised to 4, that is 100 into 1.02 whole raised to 4 is equal to 108.24. So compound interest എന്ന് പറയുമ്പോൾ 108.24 ആണ് നമുക്ക് കിട്ടിയത്, മൈനസ് ഇൻവെസ്റ്റഡ് എമൗണ്ട് വാസ് 100 that is equal to 8.24. അപ്പോൾ ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ 8.24% per annum ആണ് ഇഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ.